ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ സ്കൂളിൽ ജോലിക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഏട്ടനൊക്കെ ഇവിടെ ജോലിയായിരുന്നു. ആ ജോലിയും കാര്യങ്ങളും ഒക്കെയാണ്. ഏട്ടനും മോനും കൂടെ ചേർന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയിൻ്റ് അടിക്കുവാണേ. പെയിൻറ്റിങ് ആണ് കൂട്ടുകാരെ ഇവിടെ. ഇതെന്നടാ ഇതൊക്കെ അങ്ങ് പോയേ, അത് പണിയണേ, വരയ്ക്കണേ. ആ ഏണിയല്ലായിരുന്നു. ആ ശരിയാണല്ലോ, ഇവിടൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് കൂട്ടുകാരെ, നീല കളറിലെ. ഇവിടെ പെയിൻ്റ് അടിക്കട്ടെ, നമുക്കതുമായിട്ട് ബന്ധമില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ പണിയിലിട്ട് നടക്കാം. നമുക്ക് ഈ ഇരിക്കുന്ന ഉണങ്ങിയ വിറകൊക്കെ മാറ്റിയിട്ട് തട്ടിൻ്റെ മണ്ടയ്ക്ക് ചേര് വെച്ചെടുത്ത് അതെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഇരിക്കുന്ന നനഞ്ഞതൊക്കെ പൊട്ടിച്ച് പറ്റുന്നത്രയും ചേരിലോട്ടാക്കി വെക്കാം. നമുക്ക് നമ്മുടെ പണി നടക്കാം. നല്ല മഴ സമയത്ത് നമ്മൾ ഒതുക്കി പറക്കി വെച്ചിരുന്ന വിറവായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഉണങ്ങി. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തീ ഇടുന്നതാണല്ലോ, അപ്പോൾ അങ്ങനെ അതെല്ലാം അവിടെ ഇരുന്ന് ഉണങ്ങി. അപ്പോൾ അതൊക്കെ പറക്കി ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ കുറച്ച് കമ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നമുക്ക് അവിടെ തന്നെ അടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ തീയൊക്കെ കത്തിക്കുമ്പോൾ ഉണങ്ങിക്കോളുമല്ലോ എളുപ്പമെന്ന്. ഇവിടെ നമുക്ക് പെരയ്ക്കകത്ത് ചേര് വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന വിറവൊക്കെ കുറച്ച് ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഇല്ലേ അവിടെ തറയിലൊക്കെ ഇരുന്ന് വിറവൊക്കെ ചെതലാകും. അപ്പോൾ അതാണെങ്കിൽ ഒത്തിരി നല്ലതായിട്ട് ഉണങ്ങിയ വിറവ് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് നനഞ്ഞതാണ്. അപ്പോൾ അതൊരുമാതിരി ചതിക്കിച്ച വിറവാണ്. അത് നമ്മൾ പെരക്കകത്ത് വെച്ചിരുന്നാൽ എളുപ്പം ചെതലാകും. അതുകൊണ്ട് അത് വെളിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2-3 ദിവസം കൊണ്ട് ഇവിടെ അങ്ങ് മഴയാണ് കൂട്ടുകാർ, നല്ല മഴയാണ്. അപ്പം ഇന്ന് ഒരു ഇച്ചിരി നേരം ഉച്ച കഴിഞ്ഞപ്പം മഴ തോർന്നുണ്ട്, ചെറിയ വെയിലും ഉണ്ട്. അപ്പം ആ സമയത്ത് ഇതൊക്കെ അങ്ങ് പറക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഏട്ടൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരുവിധം വലിയ കമ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുത്തിപ്പൊട്ടിച്ചിട്ട് തരുമല്ലോ ഞാൻ വിചാരിച്ചിട്ടാണേ. എല്ലാം ഒന്ന് വാരി പറക്കി മാറ്റിയിട്ട് അടുക്കി വെക്കാം. നമ്മൾ തട്ടിലെ വിറവെല്ലാം പറക്കി മാറ്റി. ഇനി ഇത് കുറേശ്ശെ അങ്ങോട്ടാക്കി വെക്കണം. അങ്ങനെ നമ്മുടെ വിറവെല്ലാം ഒരുവിധം എല്ലാം അടുക്കി പറക്കി വെച്ചു. പിന്നെ ബാക്കി വന്ന പൊത്തും പൊടിയും ചെറുതെല്ലാം കൂടെ പറക്കി അടുപ്പിനകം വൃത്തിയാക്കി അടുപ്പിൽ തീ ഇട്ടു. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ പുകയുമ്പോൾ ആ വിറവിന് ചൂടേൽക്കുകയും ചെയ്യും. ഇനി 2 വലിയ കമ്പുണ്ട്, പിന്നെ വേറെ അപ്പുറത്തിപ്പുറത്തെ കിടന്നതെല്ലാം കൂടെ പറക്കി ഞാൻ അതിന് മുകളിൽ പറക്കി അടുക്കി വെച്ച് വെള്ളം വലിയിട്ട്. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, നമ്മുടെ ചെടികൾ കണ്ടോ കൂട്ടുകാരേ. ഇപ്പൊ വരച്ചാണോ? നമ്മുടെ കട്ടയിൽ ഇങ്ങനെയാണ്, നമ്മൾ തേച്ചില്ല, തേക്കാതെ ഇങ്ങനെ അങ്ങ് പെയിന്റ് അടിച്ചു. നീലപ്പരയാക്കുവാണ് ഈ ഇതെനി എങ്ങനെ പോകും ചേട്ടാ ഈ വെള്ളം? അങ്ങനെ വിറവൊക്കെ ഇടയ്ക്ക് പറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനും ഞങ്ങളോട് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ അവർ പെയിൻ്റ് അടിക്കാനൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയപ്പം ഞാനും കൂടെ പോയി. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം എന്നാൽ അപ്പം ഞാനും കൂടെ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാനും പെയിൻ്റ് അടിക്കാൻ കൂടി. പിന്നെ അവർ പെയിൻ്റ് അടിക്കുന്ന പോലൊന്നും നമുക്ക് പെയിൻ്റ് അടിക്കാൻ അറിയില്ല, എങ്കിലും നമ്മളെ കൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഭയങ്കര കാറ്റാണ് ഇവിടെ, വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ നല്ല കാറ്റാണ്. അതെങ്ങനെ സൗണ്ട് അത് തന്നെയല്ല, മഴയും ഇല്ലായിരുന്നു, അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. പൂക്കളൊക്കെ കണ്ടോ കൂട്ടരെ? നമ്മളെ കൊണ്ട് അറിയാവുന്ന പോലൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ച് കൊടുത്തു. പിന്നെ ബാക്കിയൊക്കെ ഏട്ടനൊക്കെയാണ് അതിനപ്പുറം സൈഡൊക്കെ അടിച്ച് ശരിയാക്കിയത്. മോനും ഉണ്ടായിരുന്നു, അവനവിടെ ഇങ്ങനെ മാതിരി കിളിയുടെ പടം വരയ്ക്കുമായിരുന്നു. അത് നേരത്തെ വരച്ചിരുന്നത് പെയിൻ്റ് അടിച്ച് മാഞ്ഞു. അപ്പോൾ അതൊന്നും കൂടെ ശരിയാക്കുകയാണ്. ഇനി ആ പടിക്ക് ഇങ്ങനെ ആ വെള്ളം വീണ് കിടക്കുന്ന അതിന് ഏട്ടനൊക്കെ മാറ്റിയിട്ട് ചുമന്ന പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല പുകയുണ്ട് കൂട്ടുകാരിപ്പോൾ ഇവിടെ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുകയ്ക്കുന്നത്. അതും കൂടെ കൊണ്ടാണ് ഞാനിങ്ങനെ വെളിയിൽ അടുപ്പുണ്ടാക്കുന്നത് കേട്ടോ. മഴയൊക്കെ ഉള്ളപ്പോഴേ
ഇങ്ങനെ പുകയുന്ന നല്ല രസമല്ലേ. അപ്പം നമുക്ക് ഈ പെരക്കകത്ത് വെച്ച് ഇങ്ങനെ പുകയ്ക്കാൻ പറ്റില്ലല്ലോ, ചിമ്മിനിയില്ല. പിന്നെ പുകയെടുപ്പാന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പുകയാവും. അപ്പോൾ വെളിയിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയോടെ ഇങ്ങനെ പുകയ്ക്കും. ഞാൻ മഴ പെയ്യുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ അടുപ്പിൽ തീ കത്തിച്ച് ഇവിടെ ഇങ്ങനെ പുകയ്ക്കും കേട്ടോ. ഇന്ന് മോൾക്ക് ജോലിയില്ലായിരുന്നു, നൈറ്റ് കഴിഞ്ഞിട്ട് നൈറ്റ് ഓഫ് ആയിരുന്നു. അപ്പോൾ മോള് ഇവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കി. നമ്മുടെ കണ്ടോ, ഇവിടെ എല്ലാം പോച്ചയൊക്കെ പറിച്ച് തൂത്തുവാരി വൃത്തിയാക്കി. ഇത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ്. നമ്മുടെ ഒരു ബൈക്ക് അമ്മൂന ആദ്യമേ നിർത്തിയൊരു ബൈക്കായിരുന്നു. അതിപ്പോൾ അത് പന്നലായി കേടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെച്ച് പിന്നെ അത് ശരിയായില്ല. പിന്നെ അതങ്ങനെ അങ്ങായി. പിന്നെ വേറെ വണ്ടി അവരെടുത്ത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ്. ഇവിടെ ഈ ചെടി നിൽക്കുന്നില്ലേ, ഈ ഭാഗം വരെയാണ് നമ്മുടെ. അങ്ങോട്ട് വേറെ ആൾക്കാർ എല്ലാം കാടാണ്. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ സൈഡ് മാത്രമേ, താഴത്തെ സൈഡ് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ഒക്കെ വൃത്തിയാക്കി. ഇനി ബാത്റൂമിൻ്റെ സൈഡ് പെയിൻ്റ് അടിയായിരുന്നു. ഇതിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കത്തില്ല, ഇങ്ങനെയൊക്കെ ഓരോരോ പണിയും കൊണ്ടിരിക്കും. ഈ ചെടി കണ്ടോ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ ഇതിനകത്ത് ചില മഞ്ഞ പൂവാണ് വിരിയുന്നത് കേട്ടോ. അതേ മുട്ട് കണ്ടോ, രാവിലെ വിരിഞ്ഞിരിക്കും, നല്ല രസമാണ് കാണാനേ. ഞാനിത് പറിച്ച് നമ്മുടെ അവിടെ ചട്ടിക്കരി നട്ടേ, പക്ഷേ അതൊരു ഇച്ചിരിയേ ഉള്ളൂ, കുഞ്ഞതായിട്ടാണ് നിൽക്കുന്നത്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറിച്ച് നടണ്ടല്ലോ, ഇപ്പുറത്തുണ്ടല്ലോ ഇഷ്ടം പോലെ. കണ്ടോ, ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല വലിയ ചേമ്പല പോലത്തെ ഇലയായിട്ട്. ഒക്കെ വൃത്തിയാക്കാൻ കിടക്കുക. എല്ലാ ചെടിയെല്ലാം അലങ്കോലം, മഴയായിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി. ചെടിച്ചട്ടി എല്ലാം മണ്ണായിട്ടിരിക്കുക. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം, പണിയാ. ഉണക്കാകുമ്പോഴേ നമുക്കിവിടെ നല്ല ഭംഗിയുള്ളൂ കൂട്ടുകാർ. അല്ലാത്തപ്പോൾ എല്ലാം ചള്ളയും വെള്ളമായിട്ട് എല്ലാം ഇരിക്കും. എവിടെ പോവാ മോനെ? ഞാൻ ആരെയാ വിളിച്ചിട്ട് വല്ല അനുസരണ ഉണ്ടോ നോക്ക്. എവിടെ പോവാടി നീ? ഏടാ തോട്ടിച്ചാടാൻ പോവാന്നോ? ഇവിടെയൊക്കെ എർത്ത് കമ്പി ഇട്ടേക്കുവാ കൂട്ടുകാരെ. എന്താ ഇങ്ങനെ എർത്ത് കമ്പിയാണ്, എർത്ത് കമ്പി.